بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين മർക്കസു സഖാഫത്ത് സുന്നിയ അതിൻ്റെ കീഴിൽ ഉള്ള ഏറ്റവും വലിയ സംരംഭമാണ് ജാമിഅ മർക്കസു സഖാഫത്ത് സുന്നിയ. ജാമിഅയിലെ വിവിധ കുല്ലിയകളിൽ നിന്നുള്ള ഗ്രാജുവേറ്റ്സ് അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന ദിവസമാണ് ഇന്ന്. ഗ്രാജുവേറ്റ്സ് എന്ന് പറയുമ്പോൾ ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റിന് പുറമെ സനദ് കൂടെ ഇവിടെ നൽകപ്പെടുന്നുണ്ട്. സനദ് നൽകപ്പെട്ടവരാണ്. സനദും ഇജാസത്തും ഇസ്ലാമിക വൈജ്ഞാനിക പാരമ്പര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു രീതിയാണത്. ഓതിപ്പഠിക്കുന്ന കാര്യങ്ങൾ പരമ്പരാഗതമായി കിട്ടിയതാണ് എന്ന ആ ഒരു പാരമ്പര്യ കണ്ണികൾ ചേർത്തുകൊണ്ടുള്ള സനദ്, ആ കിതാബുകൾ പാരമ്പര്യമായി കിട്ടിയവരിൽ നിന്ന് പൂർണ്ണമായി ഓതി തീർത്തുള്ള സനദാണ് ഈ സനദ് എന്ന് പറയുന്നത്. ആ സനദ് പൂർത്തിയായി ഓതി കഴിയുമ്പോൾ സനദിൻ്റെ ഇജാസത്ത് കൊടുക്കുന്നു. ഇജാസത്തും കൊടുത്തു, തലപ്പാവ് ദസ്തർബന്ദിയും കഴിഞ്ഞു, ഹിർക്കപ്പോശിയും കഴിഞ്ഞ് ഇനി ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയാണ് വേദിയിൽ വരുന്നത്. സനദ് എന്ന് പറയുമ്പോൾ ഇന്ന് സമീപകാലത്ത് പ്രത്യേകിച്ച് കൊറോണ വന്നതിന് ശേഷം സനദ് നൂലറ്റ പട്ടം പോലെ അങ്ങ് അലക്ഷ്യമായി പരന്നുപോയിട്ടുള്ള ഒരു സന്ദർഭമാണ്. മുട്ടിനുമുട്ടേ സനദ് കൊടുക്കുന്ന ഒരു രീതി നാട്ടിലുണ്ട്. ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത് സനദെന്ന് പറഞ്ഞാൽ മദ്രസയുടെ പേര് ചേർത്തി പറയുക എന്നാണ്. സഖാഫി, സഖാഫത്ത് സുന്നിയയിലേക്ക് ചേർത്ത് സഖാഫി, ഇത് സനദല്ല. ഇവിടെ സനദ് പഠനത്തിലൂടെ പൂർത്തിയാക്കി കൊടുക്കുന്ന ബിരുദത്തിൻ്റെ പേര് മൗലവി ഫാദിൽ, പോസ്റ്റ് ഗ്രാജുവേഷന് മൗലവി കാമിൽ. എവിടെയാണ് പഠിച്ചത് എന്നറിയാൻ വേണ്ടി മാത്രം പറയുന്നതാണ് സഖാഫി എന്നത്. അത് ഓരോ സ്ഥാപനത്തിലും ഏത് സ്ഥാപനത്തിലാണോ പഠിച്ചത് ആ സ്ഥാപനത്തിൻ്റെ പേര് പറയും. ഇപ്പോൾ ഓൺലൈൻ സനദുകളുടെ കാലമാണ്. ഓൺലൈൻ സനദുകൾ തന്നെ സ്പ്ലിറ്റായിട്ട് എയും ബിയും ചേർത്ത് പറയുന്നൊരു കാലം. ചിലർ അങ്ങനെ ഒരു പേരുണ്ടായാലേ നാട്ടിൽ ജീവിക്കാൻ പറ്റൂ എന്ന് ചിലർക്ക് തോന്നുന്നത് പോലെ അങ്ങനെ വർദ്ധിച്ചു വരുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മൂല്യം കുറക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം കേരളത്തിൽ മർക്കസിൽ നിന്ന് ഇവിടെ 500ഓളം ആളുകൾ ഇപ്പോൾ സനദ് വാങ്ങുന്നുണ്ടെങ്കിൽ ജാമിയ സഅദിയയും ജാമിയ ഇഹ്യാ സുന്നയും പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ ഓരോ വർഷവും സനദ് വാങ്ങുന്നുണ്ട്. ജാമിയത്തുൽ ഹിന്ദിൻ്റെ കീഴിൽ വ്യവസ്ഥാപിതമായി നടക്കുന്ന 200ഓളം സ്ഥാപനങ്ങളിൽ മുതവ്വൽ വരെയുള്ള ഏതാനും സ്ഥാപനങ്ങളും ഉണ്ട്. അതിനു പുറമെ കേരളത്തിന് പുറത്തേക്ക് ഇന്ന് വളരെ വലിയ ഒഴുക്കാണ് ഒഴുകുന്നത്. പല സ്ഥാപനങ്ങളിലേക്കുള്ള ഇൻ്റർവ്യൂ, സെലക്ഷൻ കോഴിക്കോട്ട് വെച്ച് ഇവിടെ വെച്ചൊക്കെ തന്നെയാണ് നടക്കുന്നത്. അത്രയും കൂടുതൽ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഈ വർദ്ധിതമായ എണ്ണത്തിലുള്ള ആളുകൾക്ക് ആവശ്യമായ അത്രയും വിദ്യാലയങ്ങളില്ലെന്നോ അല്ലെങ്കിൽ കുറേ പേരൊക്കെ അലക്ഷ്യമായി പോകുന്നുണ്ട് എന്നത് ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ അടുത്ത് കേരളത്തിന് പുറത്തുള്ളൊരു സ്ഥാപനത്തിലേക്ക് സെലക്ഷൻ നടന്നു. 400 ആളാണ് അപേക്ഷിച്ചു വന്നത്. 200 ആളെ മാത്രമാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്തത്. ഞാനവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേരാണ് സ്ഥാപനത്തിൽ പോയി ഇരുന്ന് ക്ലാസ് കേട്ട് പഠിച്ച് സനദ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? 20 ആൾ മാത്രം. ബാക്കിയുള്ളവരോ രജിസ്റ്റർ ചെയ്യുന്നു, പരീക്ഷയ്ക്ക് മാത്രം പോകും. അങ്ങനെയും സനദുണ്ട്. പക്ഷേ കടുപ്പപ്പെട്ട പരീക്ഷ നടത്തുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. ഈ കഴിഞ്ഞ വർഷവും അതേ സ്ഥാപനത്തിൽ പഠിച്ചതിൽ നിന്ന് പാസ്സായത് 10% ആളുകൾ മാത്രമാണ്. പാസ്സാകാത്തവരും എല്ലാവരും, സ്ഥാപനം പോയി കാണാത്തവരും രജിസ്റ്റർ ചെയ്തവരും എല്ലാവരും ഒരു പേര് പറയണം എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നത് ഈ ഒരു മേഖലയ്ക്ക് വലിയ ശോഷണം വരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എല്ലാവരും തലപ്പാവുകാരായി നീളക്കുപ്പായവുമായി ഈ മേഖലയിൽ വർക്ക് ചെയ്യാനും ആ മേഖലയിൽ നിലനിൽക്കാനും ഉദ്ദേശിക്കാത്ത ആളുകൾ അതിലേക്ക് വരുന്നത് അപകടമാണ്. അതിന് ധാരാളം മേഖലകൾ ഇവിടെയുണ്ട്. തൊഴിൽ മേഖലകളുണ്ട്. തൊഴിൽ മേഖലകളിൽ ആളുകൾ പ്രവർത്തിക്കണം.
മതരംഗത്ത് പഠനം പൂർത്തിയാക്കുന്ന ആളുകൾ ദർസും ഇമാമത്തും ഖുതുബയും പ്രഭാഷണവും ദീനീ ദഅവത്തിൻ്റെ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വഴിയിലേക്ക് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതിലേക്ക് വരേണ്ടത്. അല്ലാതെ വരുന്നവർ നാടിനും സമൂഹത്തിനും വലിയ ഭാരമായി മാറുകയാണ്. അധ്വാനിച്ച് ജീവിക്കാനുള്ള കരകൗശലങ്ങൾ, അധ്വാനിച്ച് ജീവിക്കാനുള്ള ഉദ്യോഗ തലങ്ങൾ അല്ലെങ്കിൽ കൈത്തൊഴിലുകൾ മനുഷ്യൻ പഠിക്കണം. അധ്വാനിച്ച് ജീവിക്കുന്നവനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്പിയാക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിത സന്ധാരണത്തിന് വേണ്ടി തൊഴിലെടുക്കാൻ ഉള്ള നിർദ്ദേശങ്ങൾ കൊടുത്തത് വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. വസ്നഇൽ ഫുൽക ബി അഅ്യുനിനാ, കപ്പലുണ്ടാക്കാൻ വേണ്ടി, കാർപ്പൻട്രി ചെയ്യാൻ വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിച്ചിരുന്നു. വഅലന്നാ ലഹുൽ ഹദീദ്, ലോഹത്തിൻ്റെ പ്രവൃത്തി നടത്താൻ വേണ്ടി വെൽഡിങ് അയൺ ടെക്നോളജി അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നിർദ്ദേശം കൊടുത്തിരുന്നു. അനിഅമൽ സാബിഗാത്തിൻ വഖദ്ദിർ ഫിസ്സർദ്, അങ്കിയുണ്ടാക്കാനുള്ള പ്രത്യേകമായ നിർദ്ദേശം അല്ലാഹു തആല ദാവൂദ് അലൈഹിസ്സലാമിന് കൊടുത്തത് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. കാന അവ്വലു മൻ ഖാത സിയാബ വഅന്നഹു കാന യക്തുബു ബിൽ ഖലമി. ഇദ്രീസ് അലൈഹിസ്സലാമിനെ കുറിച്ച് ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. അവർ വസ്ത്രം തുന്നുകയും അതുപോലെ തന്നെ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അതുപോലെ ധാരാളം തൊഴിലുകൾ, കൃഷി ചെയ്തിരുന്ന അമ്പിയാക്കന്മാർ ഉണ്ടായിരുന്നു. അധ്വാനിക്കുന്നത്, തൊഴിൽ ചെയ്യുന്നത് ഉലമാക്കൾ ഉൾപ്പെടെ അവരുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി തൊഴിലുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നതായിരുന്നു. അങ്ങനെ അധ്വാനിച്ച് വിയർത്ത് പണിയെടുത്തുകൊണ്ട് ജീവിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗമായി മാറണം. പിന്നെ ദഅവത്തിൽ മാത്രം പൂർണ്ണമായും ഇറങ്ങിത്തിരിച്ച് അതിനല്ലാതെ മറ്റൊന്നിനും സമയമില്ലാത്ത ആളുകൾ, അത്തരം ആളുകൾക്ക് സമൂഹം ഹദിയ നൽകിക്കൊണ്ട് അവരെ ആ മേഖലയിൽ നിലനിർത്തണം എന്നും ദീനുൽ ഇസ്ലാം നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. സയ്യിദന്മാരെക്കുറിച്ച് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയത് തറക്തു ഫീക്കും അംറൈൻ ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വഇത്രതി. എൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമായ 2 കാര്യങ്ങൾ ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട്. അതൊന്ന് ഖുർആനാണെങ്കിൽ പ്രബോധകരായിട്ട് സയ്യിദന്മാരെയും ഞാൻ ഇവിടെ ഇട്ടേച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് സയ്യിദന്മാർ പ്രബോധനത്തിൻ്റെ മേഖലയിൽ തന്നെയായിരിക്കും. അവർക്ക് വരുമാനത്തിന് മാർഗം എന്താണുള്ളത്? അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. ഉമ്മത്ത് അവരെ പോറ്റണം, ഉമ്മത്ത് അവർക്ക് ഹദിയ നൽകിക്കൊണ്ട് അവരെ ആദരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന് വഴി നിലനിൽക്കുന്ന രീതിയിൽ ഈ ഉമ്മത്ത് അവരെ ആദരിക്കണം. ഐ തുഹ്സിനു ഇലൈഹിം വതബറൂഹും എന്ന് തഫ്സീർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മവദ്ദത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യം കേവലം ബഹുമാനിക്കുക, ആദരിക്കുക എന്ന് മാത്രമല്ല, ജീവിക്കാൻ ആവശ്യമായ ഹദിയകൾ നൽകിക്കൊണ്ട് അവരെ നിലനിർത്തണം. കാരണം അവർ ദഅവത്തിന് വേണ്ടി മാത്രം ജീവിതം ചെലവഴിക്കേണ്ടവരാ. അതുകൊണ്ട് മഹാന്മാർ ഉണർത്തുന്നു, അതുപോലെ ദഅവത്തിൻ്റെ മേഖലയിൽ സമ്പൂർണ്ണമായി നിലനിൽക്കുന്ന ആളുകളെ അവർക്ക് കൂലി കൊടുത്തുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള വഴികൾ നൽകിക്കൊണ്ട് അവർ മറ്റധ്വാനങ്ങൾക്ക് പോകേണ്ടതില്ലാതെ പൂർണ്ണമായും ഇതിലേക്ക് ആവശ്യമായി വരുന്ന സമയങ്ങളിൽ അതിനുവേണ്ടി മറ്റുള്ളവർ മുന്നിട്ടു വരണം എന്നാണ്. ഖുർആൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു തൊഴിലാണ്. ദർസ് നടത്തുക എന്ന് പറയുന്നത് അതും ഒരു തൊഴിൽ തന്നെയാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള വിജ്ഞാന പ്രവർത്തനങ്ങളാണെങ്കിലും ഇന്ന അഹഖ മാ അഖൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്, കൂലി വാങ്ങാൻ ഏറ്റവും പറ്റിയ കർമ്മം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശുറാഹുകൾ പറഞ്ഞു, ഐ ലാ യശ്തരിതുൽ മുഅല്ലിം, മുഅല്ലിം എനിക്ക് ഇത്ര കിട്ടണം എന്ന് പറയരുത്, അതിനാണ് ഹദിയ എന്ന് പറയുക. ശമ്പളം എത്രയെന്ന് ചോദിച്ചു വാങ്ങരുത്, നിശ്ചയിച്ചു വാങ്ങരുത്. പഴയകാലത്തെ മദ്രസകളിൽ നമുക്ക് കാണാം, നമ്മൾ സാലറി എന്നോ ശമ്പളമെന്നോ എഴുതുന്നതിന് പകരം അവരുടെ കണക്ക് പുസ്തകങ്ങളിൽ തന്നെ ഹദിയ എന്നെഴുതി വെക്കുന്നത് നമുക്ക് പല നാടിലുള്ള
മദ്രസകളിൽ ആ സിസ്റ്റം കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ സമ്പൂർണമായ പ്രബോധന മേഖലയിൽ നിൽക്കുന്ന ആളുകൾ, അവരെ സമൂഹം അതിന് പ്രതിഫലങ്ങൾ നൽകിക്കൊണ്ടോ ഹദിയ നൽകിക്കൊണ്ടോ ആ മേഖലയിൽ നിൽക്കാൻ പ്രചോദനം നൽകും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യായിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അൽ ഹുബ്ബു ഫില്ലാ എന്ന് പറയുന്ന സ്ഥലത്ത് സമ്പന്നനായ ഒരാളെ സ്നേഹിക്കുന്നത് പെടുമോ എന്ന്. ഗസാലി ഇമാം പറയുന്നു, തൻ്റെ ദീനീയായ പ്രബോധനത്തിൻ്റെ മേഖലയിൽ ആവശ്യമായ വിഷയങ്ങൾക്ക് സഹായം നൽകുന്ന സമ്പന്നരായ ചില ആളുകളെ ഓരോ പണ്ഡിതന്മാരും പ്രബോധകന്മാരും കൂടെ നിർത്തുന്നത് അവരുടെ ഈ വിഷയത്തിൽ പ്രബോധന മേഖലയിലുള്ള ആ കാര്യങ്ങൾക്കുള്ള സഹായത്തിനാണ്. എങ്കിൽ അവരെ സ്നേഹിച്ച് നിർത്തുന്നത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഹുബ്ബ് തന്നെയാണ്. അങ്ങനെ ദീനീ സ്ഥാപനങ്ങളെയും ദീനീ പ്രബോധകന്മാരെയും സഹായിക്കുന്നവരെ അവർക്ക് ആദരവ് നൽകപ്പെടുക എന്ന് പറയുന്നതും അവർക്ക് പ്രത്യേകമായ മഹബത്ത് നൽകുക എന്ന് പറയുന്നതും ദീനിൻ്റെ ഭാഗം മാത്രമാണ് എന്ന് നാം പഠിപ്പിക്കുന്നുണ്ട്. സ്കില്ല് പഠിച്ചുകൊണ്ട് ആളുകൾ അധ്വാനിച്ചിട്ട് പ്രവർത്തിക്കണം, അതിന് മുൻതൂക്കം നൽകുക എന്നുള്ളതാണ് അടുത്ത ഒരു കാലഘട്ടത്തിൽ മർക്കസിൻ്റെ പദ്ധതിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിവിധതരം സ്കില്ലുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതും അതുമൂലം അവരുടെ ജീവിതത്തെ വളർത്താൻ കഴിയുന്നതുമായ സ്കില്ലുകൾ മർക്കസ് നോളജ് സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് സ്കിൽ ഫാക്ടറിയിലൂടെ അത്തരം ചില പരീക്ഷണങ്ങൾ നാളിതിനകം നടത്തിയിട്ടുണ്ട്. LED ബൾബ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ സോളാർ പാനലുകൾ ഉണ്ടാക്കുന്നത്, സോളാർ ലൈറ്റുകൾ ഫിക്സ് ചെയ്യുന്നത്. ഈ അടുത്തായി ഇലക്ട്രിക് സൈക്കിൾ നോളജ് സിറ്റിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു. ഇനി സ്വന്തമായ ബ്രാൻഡിൽ ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ തന്നെ ഇറക്കാനുള്ള, ഒരു ബൈക്ക് തന്നെ ഇറക്കാനുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്സിയും ഫാനും AC-യും ഗൃഹോപകരണങ്ങൾ പോലുള്ള വസ്തുക്കൾ ഉണ്ടാക്കാനും അത് റിപ്പയർ ചെയ്യാനും അതുമൂലം സാധാരണക്കാരായ ആളുകൾക്ക് ഓരോ ഗ്രാമങ്ങളിലും കൊച്ചു കൊച്ചു വ്യവസായങ്ങൾ തുടങ്ങാനുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നടത്തിയിട്ട് വളരെയേറെ വിജയിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമൂലം പുതിയ കമ്പനികൾ തുടങ്ങിയവരും ഉണ്ട്. ഇന്ത്യാതലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ആ സ്കില്ലുകൾ പഠിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പ്രധാന പദ്ധതിയാണ് എംഹാൻസിന് കീഴിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ധാരാളം സ്കൂളുകൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മതകലാലയങ്ങൾ വന്നിട്ടുണ്ട്, ധാരാളമായി വുമൻസ് അക്കാദമികൾ വന്നിട്ടുണ്ട്. പഠനം ജീവിതത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി, ഇൽമിൻ്റെ അടിസ്ഥാനപരമായ അറിവുകൾ ലഭിക്കുന്നതിന്, വിശ്വാസം ശരിപ്പെടുത്തുന്നതിന്, അമലുകൾ നന്നാക്കുന്നതിന്, സ്വഭാവം നന്നാക്കുന്നതിന് വേണ്ടി മാത്രമുള്ള അറിവുകൾ നേടി ബാക്കിയുള്ള സമയം സ്കില്ലുകൾ പഠിച്ച് അധ്വാനിച്ച് ജീവിക്കുന്ന വലിയൊരു സമൂഹത്തെ ഉണ്ടാക്കുന്നതിലൂടെ ഈ ഉമ്മത്തിനെ ഒരു സസ്റ്റൈനബിൾ സൊസൈറ്റിയാക്കി മാറ്റുന്നതിന് സമസ്ത സെൻറ്റിനറിയോടുകൂടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് 1000 ഗ്രാമങ്ങൾ സസ്റ്റൈനബിളാക്കി മാറ്റുക എന്നത്. 1000 ഗ്രാമങ്ങളല്ല, 10,000 ഗ്രാമങ്ങൾ തന്നെ അങ്ങനെ സസ്റ്റൈനബിളാക്കി മാറ്റുന്നതിന് ഈ വഴിയിലുള്ള ഈ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെ സാധിക്കും. അതിന് നേതൃത്വം കൊടുക്കാൻ പ്രബോധനത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് സാധിക്കും. സാധാരണക്കാരായ പ്രവർത്തകർക്കും കേരളം വിട്ട് പുറത്തേക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ചെന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കൃത്യമായ പരിശീലനം നൽകിക്കൊണ്ട് പോവുക എന്നത് എംഹാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അതുപോലെ മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മർക്കസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്, മർക്കസ് നേരിട്ട് നടത്തുന്ന 30 സ്കൂളുകൾ ഇവിടെയുണ്ടെങ്കിൽ നമ്മുടെ അസോസിയേഷന് കീഴിൽ സമസ്തയുടെ കീഴിലുള്ള IAME 350 സ്കൂളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന ഒരു 10% ആളുകൾ വലിയ അതിസമ്പന്നരായ ആളുകളാണ്. അവരുടെ വിദ്യാർത്ഥികളെ നമ്മുടെ സ്കൂളുകളിൽ പിടിച്ചു നിർത്തുന്നത് സംസ്കാരം സൂക്ഷിക്കണം എന്ന ദീനീ ബോധം അവർക്കുള്ളത് കൊണ്ടാണ്. എന്നാൽ അത്രമാത്രം ദീനിനോട് വലിയ അടുപ്പവും ബോധവും ഇല്ലാത്ത സമ്പന്നരായ ആളുകൾ അവരുടെ മക്കൾ ഹൈടെക് സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു രീതി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 5 സ്കൂൾ ഉണ്ടാകുമ്പോൾ അതിനിടയിൽ ഒരു ഹൈടെക് സ്കൂൾ വേണം. ഒരു 25 കോടി രൂപ വരുന്ന രീതിയിലുള്ള ഹൈടെക് സ്കൂളുകൾ മർക്കസ് നോളജ് സിറ്റിയിൽ വന്നിട്ടുള്ള അലിഫ് അതിൻ്റെ ഒരു മോഡലാണ്. അതേ മാതൃകയിൽ കേരളത്തിലെ ഓരോ ജില്ലയിലും
പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഹൈടെക് സ്കൂളുകൾ അത് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നഗരങ്ങളിലും നമുക്ക് പടുത്തുയർത്താൻ സാധിക്കും. അതിനു പറ്റിയ രീതിയിലുള്ള ഇംഗ്ലീഷ് ബിരുദമുള്ളവർ, ബിരുദാനന്തര ബിരുദമുള്ളവർ, PhD ഉള്ളവർ എല്ലാം ഈ പുറത്തിറങ്ങുന്ന സഖാഫികളുടെ കൂട്ടത്തിലുണ്ട്. മറ്റു പല വിഷയങ്ങളിലും വലിയ പാണ്ഡിത്യമുള്ളവരുണ്ട്. അത്തരം ആളുകൾക്ക് മതപരമായ നേതൃത്വത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അത്തരം സ്കൂളുകൾ നമുക്ക് സാധാരണ പോലെ സംഭാവനകൾ പിരിച്ചുകൊണ്ട് മാത്രം ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് സമയമേറെ എടുക്കും. അതുകൊണ്ട് 25 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അത് നടത്താൻ പറ്റുന്ന ഒരു സഖാഫിയും, അവരോടൊപ്പം കൂടെ നിൽക്കാൻ പറ്റുന്ന കേരളത്തിലെ ധാരാളം ബിരുദധാരികളായ ആളുകൾ എല്ലാം ചേർന്നുകൊണ്ട് അങ്ങനത്തെ കലാലയം നടത്താം. ആ കലാലയങ്ങൾ നടത്താൻ വേണ്ടി 25 കോടിയുള്ളവർക്ക് വരാം, 20 കോടിയും 10 കോടിയും 5 കോടിയുമുള്ളവർ, കുറേ ആളുകൾ കൂടിച്ചേർന്നുകൊണ്ട് അങ്ങനെയുള്ള സ്കൂളുകൾ ഇന്ത്യയിലുടനീളം വരേണ്ടതുണ്ട്. അതിന് 25 സ്കൂൾ തുടങ്ങാൻ മർക്കസ് ലക്ഷ്യം വയ്ക്കുന്നു. നമുക്കൊരു വർഷത്തിൽ 100 സ്കൂളെങ്കിലും ആവശ്യമുണ്ട്. അത് കേരളത്തിലെ നമ്മുടെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപന സംരംഭങ്ങളും മറ്റെല്ലാവരും ചേർന്നുകൊണ്ട് ആ കാര്യം നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും എന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയൊരാവശ്യം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരു സിവിൽ സർവീസ് സെൻറ്റർ ഇല്ല എന്നതാണ്. നാം പലപ്പോഴായി കൊച്ചു കൊച്ചു സിവിൽ സർവീസ് സെൻറ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. പുനൂർ മർക്കസ് ഗാർഡന് കീഴിൽ ആരംഭിച്ച സിവിൽ സർവീസ് സെൻറ്ററിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ പ്രിലിമിനറി പാസ്സായിട്ടുണ്ട്. 2-3 ആളുകൾ മെയിൻ പാസ്സായി ഇൻ്റർവ്യൂവിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും മികവുള്ള ഒരു സിവിൽ സർവീസ് സെൻറ്റർ ഈ അക്കാഡമിക് ഇയറിൽ നോളജ് സിറ്റിയിൽ ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ എൻജിനീയറിംഗ് എൻട്രൻസുകൾക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള, കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു ഏജൻസിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വർഷം അതിൻ്റെ കോഴ്സും ആരംഭിക്കുകയാണ്. 1500 വിദ്യാർത്ഥികൾക്ക് താമസിക്കാനും പഠിക്കാനുമുള്ള സൗകര്യം, പെൺകുട്ടികൾക്ക് പ്രത്യേകമായൊരു ക്യാമ്പസ് തന്നെ ഇപ്പോൾ തയ്യാറായി വരുന്നുണ്ട് എന്ന സന്തോഷ വാർത്തയും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഇന്ന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം അതാണ്. കണക്കുകൾ വയ്ക്കുന്നൊരു രീതി, അത് ഇസ്ലാമിൻ്റെ രീതിയാണ്. ചെയ്യുന്നതെല്ലാം എഴുതി വെക്കണം, എഴുതിയത് മാത്രമാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നൊരു രീതി. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഡോക്യുമെൻറ്റേഷനെ കുറിച്ചാണ് എങ്കിൽ, പക്ഷേ ഈ ഉമ്മത്ത് ചില ഇടക്കാലത്ത് അതിൽ നിന്ന് വിട്ടുപോയി. ഈ അടുത്ത് മലേഷ്യയിലെ ഒരു സമ്മീറ്റിൽ സംബന്ധിക്കാൻ പോയപ്പോൾ അവിടുന്ന് ഒരു വലിയ ആഡിറ്റർ എന്നോട് പറഞ്ഞത്, ഇന്ത്യയിൽ ബ്രാഹ്മണന്മാർക്ക് പട്ടർ സമുദായത്തിന് 300-400 ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്, ക്രിസ്ത്യാനികൾക്ക് 12,000 ആളുകൾക്ക് ഒരു CA ഉണ്ട്, മുസ്ലിങ്ങളിൽ 40 ആൾ തികയും 40,000 ആളുകൾക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഇല്ല. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഇല്ലാത്ത ഒരു സമുദായത്തിൻ്റെ സാമ്പത്തിക രീതികളെ ഒരിക്കലും തന്നെ ക്ലിയറായി സൂക്ഷ്മമായി കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് CA പഠിപ്പിക്കുന്നതിന് നാം ചില സ്ഥാപനങ്ങൾ നടത്തി വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഈ കഴിഞ്ഞ ടേമിൽ തന്നെ മർക്കസ് ഗാർഡനിൽ നിന്ന് ഫസ്റ്റ് ടേമിൽ തന്നെ CAയുടെ പ്രിലിമിനറി ഏതാനും വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട്. സെക്കൻഡറി എക്സാമിൽ ചില വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട്. അതിന് വിശാലമായൊരു ക്യാമ്പസ് ഹിസാബ് സ്കൂൾ എന്ന പേരിൽ മർക്കസ് നോളജ് സിറ്റിയിൽ ഈ വർഷം ആരംഭിക്കുന്നുണ്ട് എന്ന കാര്യവും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രവാസി സമൂഹവും അതുപോലെ നാട്ടുകാരായ ആളുകളും നൽകുന്ന നിസ്തുല്യമായ സംഭാവനകൾ, ആ സംഭാവനകൾ ഓരോന്നും ഇവിടെ എത്തിച്ചേരുന്ന സംഭാവനകൾ അതെത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ എത്രയോ ഇരട്ടി കടം വാങ്ങി ചെലവഴിച്ച് അങ്ങനെയാണ് ഈ സ്ഥാപനം വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങളും ഈ പുറത്തു വരുന്ന സഖാഫിമാരെയും അതുപോലെ തന്നെ PhDക്കാരും PDF-കാരും CA-മാരും ഒക്കെ പുറത്തു വരുമ്പോൾ സമുദായത്തിന് ഇതാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചോദിക്കാതെ തന്നെ ആളുകൾ വന്ന് സംഭാവന നൽകുന്ന
ഒരു രീതി, അതാണ് നാം ഈ സമുദായത്തിൽ വളർന്നു വരാൻ ആഗ്രഹിക്കുന്നതും. പണം പിരിക്കാൻ വേണ്ടി പണ്ഡിതന്മാരുടെ സമയം കൂടുതൽ ചെലവഴിക്കപ്പെടാതെ അവരുടെ കഴിവുകളും അറിവുകളും അധ്യാപനത്തിലും പ്രബോധനത്തിലും ചെലവഴിക്കപ്പെടാൻ വേണ്ടി പണം പിരിവിൻ്റെ കാര്യങ്ങൾ, ഇതിനുവേണ്ടി സപ്പോർട്ട് നൽകുക എന്ന കാര്യങ്ങൾ അത് ഉമറാക്കൾ തന്നെ നേരിട്ട് ചെയ്യേണ്ടതാണ്. എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നതിന് പകരം എൻ്റെ അടുത്ത് ഈ വർഷം ഇത്ര തുകയുണ്ട്, ഞാൻ അത് എന്തെങ്കിലും നല്ല മാർഗത്തിൽ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ അതിൻ്റെ വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു വരുന്ന ചില വ്യക്തികളുണ്ട്. ചില ആളുകൾ കച്ചവടം തുടങ്ങിയത്, ഒരാൾ പറഞ്ഞു, ഞാൻ ഒരു കച്ചവടം തുടങ്ങിയത് കേരളത്തിൽ ഒരു ദീനി സ്ഥാപനം തുടങ്ങി, അതിൻ്റെ ചെലവ് നടത്തുന്നതിന് വേണ്ടി ഞാൻ ദുബായിൽ ഒരു കച്ചവടം തുടങ്ങി, അതിൻ്റെ ആദായത്തിൻ്റെ പകുതി ഞാൻ ആ സ്ഥാപനം നടത്താൻ വേണ്ടി കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു ഗ്രാമീണ സ്ഥാപനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് ഇനിയും ക്യാഷ് ബാലൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം. മർക്കസ് 20 വർഷമായി നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നു. ഡൽഹിയുടെ പ്രാന്തങ്ങളിൽ 120 സ്കൂളുകൾ മർക്കസ് സ്ഥാപിച്ചിട്ടുണ്ട്. 22 സംസ്ഥാനങ്ങളിൽ മർക്കസ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിലെ സ്ഥാപനങ്ങളുടെ 10ാം വാർഷികം മാർച്ച് 1, 2, 3 തീയതികളിൽ നടക്കുകയാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിദരിദ്രരായ ആളുകളാണ് ഉള്ളത്. അവിടെ ചെന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മാൻ പവർ മാത്രം പോരാ. ഈ ഇരിക്കുന്ന സഖാഫികൾ മുഴുവനും നാളെ ബംഗാളിലേക്ക് വണ്ടി കയറാൻ റെഡിയാണ്, UP-യിലേക്കും രാജസ്ഥാനിലേക്കും പോകാൻ തയ്യാറാണ്. ആ ഒരു മാനസികാവസ്ഥയുമായാണ് അവർ നിൽക്കുന്നത്. എങ്കിലും നമുക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ ആ നാട്ടുകാരായ ആളുകൾ സാമ്പത്തികമായി സഹായിക്കുമെങ്കിൽ കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പണവും കൊണ്ടുപോകേണ്ട രീതിയുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരായ കച്ചവടക്കാരും മറ്റുമായ ആളുകൾ അത്തരം സംരംഭങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സഹായങ്ങൾ ചെയ്യണം എന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഗുജറാത്തിൽ 13ാമത്തെ സ്കൂളാണ് ഈ കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തത്. അത് ആ ഗുജറാത്തികളായ ആളുകളുടെ മാത്രം സഹായം കൊണ്ടാണ്. അതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നമുക്ക് സ്കൂളുകളും കോളേജുകളും മറ്റും എല്ലാം വേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ റമദാൻ വരികയാണ്. റമദാനിൻ്റെ മുഖദ്ദിമയായാണ് ഈ പ്രബോധക സമൂഹം രംഗത്തേക്ക് ഇറങ്ങുന്നത്. റമദാൻ മാസത്തിൽ മർക്കസ് കേന്ദ്രീകരിച്ചുകൊണ്ടും ജാമിഉൽ ഫുതൂഹ് കേന്ദ്രീകരിച്ചും കൊണ്ടും നടക്കുന്ന വലിയ പ്രബോധന പരിപാടികളിൽ സാധുക്കളായ ജനങ്ങൾ വളരെ സ്നേഹത്തോടെ അവിടെ വന്നു ചേരുന്ന ആ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ സഹകാരികളാവാൻ കൂടി കൂടെയുണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. റമദാൻ 17ാം രാവിന് നടക്കുന്ന ബദറുൽ കുബ്ര, കഴിഞ്ഞ വർഷം 25,000 ആളുകൾ ഒന്നിച്ചു നോമ്പു തുറന്ന് രാത്രി ഹയാത്താക്കിയ ബദറുൽ കുബ്ര 313ൻ്റെ പോരിശയിൽ തന്നെ ഈ വർഷവും ഇൻഷാ അല്ലാഹ് ബദറുൽ കുബ്രയിൽ സംബന്ധിക്കാൻ വേണ്ടി ആ മസ്ജിദിലെ ആത്മീയമായ സദസ്സുകളിൽ സംബന്ധിക്കാൻ വേണ്ടി വിദേശികളായ ധാരാളം ആളുകൾ അവിടെ വന്ന് താമസിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വിദേശികളായ ഏറ്റവും മനോഹരമായ വിശുദ്ധ ഖുർആൻ്റെ പാരായണം ചെയ്തുള്ള തറാവീഹ് നിസ്കാരം മാത്രമല്ല, ളിയാഫത്തുൽ ഖുർആൻ, നിത്യവും നടക്കുന്ന ഖുർആനിൻ്റെ സുന്ദരമായ പാരായണം ശീലിപ്പിക്കുന്ന ളിയാഫത്തുൽ ഖുർആൻ, മഷ്ഖുൽ ഖുർആൻ, അതുപോലെ 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഹിസ്ബിൻ്റെ 10 തരം ഖിറാഅത്തുകൾ പഠിപ്പിക്കുന്ന ദൗറത്തുൽ ഖുർആൻ പ്രോഗ്രാമും അവസാനത്തെ 10 ദിവസം സമ്പൂർണമായി എഴുത്തിക്കാഫിലിരിക്കുന്ന എല്ലാ ടെലിഫോൺ ബന്ധങ്ങളും വിച്ഛേദിച്ച് മറ്റേർപ്പാടുകളൊക്കെ നിർത്തി പൂർണ്ണമായി എഴുത്തിക്കാഫിൽ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ഹൽവകൾ അത് മസ്ജിദിനകത്ത് സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് കഴിഞ്ഞ വർഷവും ധാരാളം ആളുകൾ എഴുത്തിക്കാഫിരിക്കുന്നതിന് വേണ്ടി വന്നിരുന്നു എങ്കിൽ ഈ വർഷം കൂടുതൽ ആളുകളെ പരിഗണിച്ചുകൊണ്ട് വലിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ട് എഴുത്തിക്കാഫ് ജൽസയുണ്ട്. ഇതിലേക്ക് വെള്ളിയാഴ്ചകളിൽ 10 രൂപ തന്ന് സഹായിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് സിറാജ് പത്രത്തിൻ്റെ പ്രഥമ പേജിൽ തന്നെ എങ്ങനെ പണമയക്കാം എന്നതിൻ്റെ ലോഗോ, അതിൻ്റെ ആ ചിത്രം അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അനേകം ആളുകൾ വെള്ളിയാഴ്ച രാവുകളിൽ, തിങ്കളാഴ്ച രാവുകളിൽ നടക്കുന്ന ബുർദ മജ്ലിസിൽ രോഗശമനത്തിന് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
എന്നാൽ വെള്ളിയാഴ്ച രാവുകളിൽ നടക്കുന്ന അൽ വിസ്വാൽ പരിപാടിയും അതിനപ്പുറം സ്ഥിരമായി മുതഅല്ലിമുകൾക്കല്ല ആലിമുകൾക്ക് അതുപോലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വിവിധ ദൗറകളാണ് അവിടെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് മലേഷ്യയിൽ നിന്നുള്ള മലേഷ്യൻ ഇസ്ലാമിക് അഫേഴ്സിൻ്റെ പ്രത്യേകമായ ധാരണ പ്രകാരം 20 ആൾ ഇക്കഴിഞ്ഞ 3 ദിവസം അവിടെ വന്ന് ദൗറ നടത്തുകയും കേരളത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാർ ആ ദൗറയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ സ്റ്റേറ്റുകളിൽ നിന്നും വരുന്ന കാഫിലകൾ 20 പേര് 30 പേര് വീതം വന്ന് അവർ കേരളത്തിൻ്റെ ഇസ്ലാമിക സംഘടനാ പ്രവർത്തനങ്ങളെ പ്രാസ്ഥാനിക ചലനങ്ങളെ നടന്നു കണ്ടു മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അവരുടെ നാടുകളിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പോകുന്ന രീതിയാണ് ജാമിഉൽ ഫുതൂഹ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു വരുന്നത്. തീർച്ചയായും മർകസിൻ്റെ നാളിതുവരെയുള്ള ഈ പ്രവർത്തനങ്ങളിൽ താങ്ങായി നിന്ന സമൂഹം അതിനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിവിശാലമായ അർത്ഥത്തിൽ സമസ്തയുടെ സെൻറ്റിനറി പ്രോഗ്രാമിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളിൽ ഒരു ഭാഗമെങ്കിലും മർകസിൻ്റെ വകയായി ചെയ്തു തീർക്കുന്നതിന് എല്ലാവരും കൂടെയുണ്ടാകും എന്ന കാര്യം കൂടെ ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.